ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രേസ്ലെറ്റ് മേക്കിംഗ് ആണ് കേട്ടോ. ക്രാക്കിൾ ബീഡ് വെച്ചിട്ടുള്ളത്. നമ്മളിതിന് മുൻപ് ക്രാക്കിൾ ബീഡ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ബീഡ്സ് ഇതുപോലെ ഈ ചെയിനിൽ ഹാങ് ചെയ്ത് വരുന്ന ടൈപ്പാണ് ഒന്ന് ചെയ്യാൻ പോണത്. മെത്തേഡൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള സെയിം രീതിയിൽ തന്നെയാണ്. അതിൽ ആ ബീഡ്സ് എങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ള പരിചയപ്പെടാം. ആദ്യം നമുക്ക് വേണ്ട ക്രാക്കിൾ ബീഡാണ്. പിന്നെ നമുക്ക് ഹെഡ് പിന്നും അതുപോലെ ജം റിങ്സും വേണം കേട്ടോ. പിന്നെ ആ ബീഡ്സ് ഹാങ് ചെയ്തിടാനുള്ള ചെയിൻ വാങ്ങണം. ഞാനതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ആൻറ്റി ടാലൻസ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പ്ലയേഴ്സ് ആണ്, നോസ് പ്ലയർ അതുപോലെ കട്ടിംഗ് പ്ലയർ ഒക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഹാങ് ചെയ്തിടാനായിട്ട് ഞാൻ ക്യൂട്ടായിട്ടുള്ള ഒരു പാണ്ട ചാംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി മറന്നു പോയിട്ട് നമുക്കത് കോർത്തെടുക്കാനായിട്ട് നമുക്ക് ക്രിസ്റ്റൽ ടെക്കും കൂടി വേണം. ഇനി നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ആദ്യം ഹെഡ് പിന്നിൽ ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഹെഡ് പിന്നിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ മുകൾ ഭാഗം നമ്മൾ ഉള്ളിലേക്കായിട്ട് നോസ് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ആയിട്ടൊന്ന് വളച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ജം റിങ് എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു ബീഡ്സും അതുപോലെ ഒരു പീസ് നമ്മൾ ചെയിനും കട്ട് ചെയ്തെടുത്തിട്ട് അത് രണ്ടും കൂടി കോർത്ത് കൊടുത്തിട്ട് ജം റിങ്ങിനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ ബ്രേസ്ലെറ്റിൽ ഹാങ് ചെയ്തിടാനുള്ള നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്രിസ്റ്റൽ ടെക്ക് എടുക്കുക. അതിൽ നമുക്ക് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ് എത്ര ബീഡ്സ് കോർത്ത് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ ഇതിന് മുൻപ് വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് എത്ര ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈയിൻ്റെ റിസ്റ്റിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ വരിക. ഒരു നോർമൽ വണ്ണമുള്ള കൈയാണെങ്കിൽ ഒരു 20-21 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. വണ്ണം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ബീഡ്സ് അധികം ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് നോക്കുന്നതെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ ടെക്ക് നമ്മുടെ റിസ്റ്റിൻ്റെ വിഡ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് നോക്കി വെക്കുക കേട്ടോ. അതിന് ശേഷം അത് നോട്ടിട്ട് കൊടുത്താൽ മതി. ബീഡ്സുകളെല്ലാം പുറത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രെഡിൻ്റെ രണ്ട് എൻഡും കൂടി ചേർത്തിട്ട് നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് അത് കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇതിനെ വേറൊരു ടൈപ്പിലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പം നമ്മൾ ത്രെഡ് നോട്ടിട്ട് കൊടുത്തു. ഇനി നമ്മുടെ ആ ഒരു ചാംസും അതുപോലെ തന്നെ ആ ഒരു ബീഡും നമുക്ക് ഇതിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ജം റിങ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ ആ ചാംസും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും ചെയ്ത് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾക്കൊരു പേജ് പരിചയപ്പെടുത്തരാം. പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഞാൻ സ്ഥിരം വാങ്ങുന്ന ഒരു പേജാണ്. ഇൻസ്റ്റാഗ്രാമിൽ ജ്വല്ലറി മെറ്റീരിയൽസ് ബൈ ഹർഷു എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.